ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചാൽ ഗസയുടെ അതിർത്തി നഗരമായ റഫയിലെ സൈനിക നടപടി വൈകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എന്നാൽ ഒരാഴ്ചയ്ക്കകം റഫയിലെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ റഫ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ആക്രമണത്തിന്റെ തീവ്രമായ ഘട്ടം പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടിവരില്ല, ഒരാഴ്ച തന്നെ ധാരാളം. ഒരു കരാറിൽ ഏർപ്പെടാത്ത പക്ഷം അത് വേഗത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ശേഷിക്കുന്ന 6 ഹമാസ് ബറ്റാലിയനുകളിൽ 4 റഫേൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഗസയുമായി ബന്ധപ്പെട്ട് വ്യക്തമായ സന്ധി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. ആയിരക്കണക്കിന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനായി ഇസ്രായേലും ഖത്തറും ചർച്ചകൾ ആരംഭിച്ചതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ഗഹറ TV റിപ്പോർട്ട് ചെയ്തു.